ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് പ്രശ്നം. ഞങ്ങളുടെ വീടല്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെ വീടും വേണ്ടൊന്നും വേണം. ഞങ്ങൾ നാളെ കഴിഞ്ഞ് ഇവിടെ പോകും എടുക്കാൻ ആലോചിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ താക്കോല് പൊട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങളുടെ വീട്ടിൽ. കാരണം കേട്ട് മടുത്തു. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ കുലുമാൽ കുലുമാൽ. അടിപൊളിയല്ലേ? ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് തങ്കപ്പൻ ചേട്ടൻ, രേഷ്മ തങ്കപ്പൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ഫിറോസ്ക, 3 പേരുടെയും ഇന്റർവ്യൂയിൽ നിന്നും കൃത്യമായി ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്, എല്ലാത്തിനുള്ള ഉത്തരങ്ങളും നൽകുന്നുണ്ട്. നമ്മൾ അധികം സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നമുക്ക് രേഷ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം. രേഷ്മക്ക് എന്തോ ചോദിക്കാനുണ്ട്, രേഷ്മക്ക് എന്തോ പറയാനുണ്ട്, തങ്കപ്പൻ ചേട്ടന് മറുപടി കൊടുക്കാനുണ്ട്, ഫിറോസ്ക്കും പറയാനുണ്ട്. കേൾക്കാം. ഉറപ്പായിട്ടാണ് ഇവരെല്ലാം കോൺടാക്ട് ചെയ്യും, മെയിൻ കോൺട്രാക്ടറും അവരും ഒക്കെ ആയിട്ട്. എനിക്ക് അതിനെപ്പറ്റി അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അറിയാത്ത കാര്യം ഇവിടെ എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, അറിയാത്ത കാര്യങ്ങൾ എവിടെ ഇരുന്നു കൊണ്ടും ആരും ഒന്നും പറയാതിരിക്കുക നല്ലത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. ഓക്കെ, തങ്കപ്പൻ ചേട്ടനായിരുന്നു ഫിറോസ്കുമായിട്ട് ഡീൽ ചെയ്തിരുന്നത്. പക്ഷെ ഫിറോസ്കയായിട്ട് എങ്ങനെയാ ഡീൽ ചെയ്തിരുന്നെന്ന് കേൾക്കണ്ടേ? ഒന്ന് കാണാം. ദേവത്തിന് ആര് പറഞ്ഞു? ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളൊന്ന് പണിയാൻ, എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം. നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം. ഇതാണ് തങ്കപ്പൻ ചേട്ടന്റെ സ്റ്റൈല്. തങ്കപ്പൻ ചേട്ടൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. ചില ആളുകൾ തോന്നും ഇത് ദേഷ്യം പിടിക്കുന്നത്. അതങ്ങനെയല്ല. തങ്കപ്പൻ ചേട്ടന്റെ ടോൺ അതാണ്. ഈ ഒരു ടോൺ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ ഫിറോസ്ക എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഇദ്ദേഹത്തിനോട് ഒരു താല്പര്യക്കുറവ് വന്നത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് താല്പര്യം തോന്നിയില്ല തങ്കപ്പൻ ചേട്ടന്റെ ആ ഒരു സംസാരം കേട്ടിട്ട്? ഓക്കെ, ഇനി തങ്കപ്പൻ ചേട്ടൻ വേറെന്തോ ഒരു കാര്യം പറയുന്നുണ്ട്, കേൾക്കാം. ഇന്നലെ രാവിലെ സാജുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പത്തനംതിട്ടക്കാരൻ. അദ്ദേഹം വിളിച്ച് പറയുന്നു, അച്ഛാ ഇനി നിങ്ങൾക്ക് ഫിറോസ് പറഞ്ഞ നിങ്ങൾക്ക് തരികയല്ല, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരികയല്ല, നിങ്ങൾ ചെന്ന് ഉണ്ടാക്കിക്കോളാം. ഒരു സാധാരണ ഒരു വീട് പണിയുന്ന ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് അവരാണ് ഇത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. നമ്മൾ അതിന്റെ ഫീസ് അടക്കാം. ഓക്കെ, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണ്, അല്ലാതെ അംബീഷൻ സർട്ടിഫിക്കറ്റ് അല്ല കേട്ടോ. കേട്ട ആളുകൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാണ്, അംബീഷൻ അല്ല കംപ്ലീഷൻ. ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിന്റെ കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, വല്ലാത്തൊരു ഞെട്ടലായി പോവും. ഒന്ന് കേട്ടോളെ. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ ഒരു വൺ ടൈം ടാക്സ് അടക്കണം. നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് അടയ്ക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. വില്ലേജിൽ ഒരു 1500 രൂപ കൊടുക്കുക ആള് കയ്യിലില്ല, എന്താ ചെയ്യാനാ? 5 ലക്ഷം രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇറക്കിയിട്ടാണ് നമ്മുടെ ഫിറോസ്ക ഈ ഒരു വീടിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത്. തങ്കപ്പൻ ചേട്ടൻ എന്താ കൊടുത്തിട്ടുണ്ടെങ്കിൽ തങ്കപ്പൻ ചേട്ടൻ തങ്കച്ചപ്പെട്ട പണ്ടാരം, അദ്ദേഹം ഒന്നും കൊടുത്തിട്ടില്ല. ഒരു 1500 രൂപ പഞ്ചായത്തിൽ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന്റെ ബാക്കി കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയേനെ. എന്റെ ഒരു സംശയം, അല്ലോട് വീട്ടു നമ്പർ കിട്ടാതെ വീട്ടിൽ ഇങ്ങനെ കറണ്ട് കിട്ടി? ഇവിടെ കറണ്ട് ഉണ്ട്. ഇനിയിപ്പോ KCB പോയി കഴിഞ്ഞാൽ വീട് പണിക്ക് ആവശ്യമായ കറണ്ട് വാങ്ങാം. ആ ഒരു രീതിയിൽ എടുത്താണെന്ന് അറിയില്ല. എന്തായാലും അതും കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാട്ടാ. അതാ ഞാൻ പറഞ്ഞത്, ഒരു വശം മാത്രം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത് ആരാണ് പറഞ്ഞത്? ഫിറോസ്ക പറഞ്ഞെന്നാണ് ഒരാൾ എന്റെ പപ്പയോട് പറഞ്ഞത്. ഒരാളെന്ന് പപ്പ അത് പബ്ലിക്കായിട്ട് പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ചു നിരത്തുന്നു. നമ്മളെ പറയുന്ന മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ആളത് പറയും, എന്റെ പപ്പ അത് പുറത്ത് പറഞ്ഞു. എന്റെ പൊന്നു മോനെ, ഫിറോസ്ക അമ്മാതിരി വില്ലൻ കഥാപാത്രമാണോ? രഘുനാഥ് പോലെ വില്ലനാണോ എന്താന്നറിയില്ല. എന്തായാലും ഡാഡ് തങ്കപ്പൻ ചേട്ടൻ ഇത് പറയുന്നുണ്ട്, കേട്ടോക്കെ. എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അതെല്ലാം ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ഇനി അവിടെ മഴ നനഞ്ഞാലും ഒരു വരെ ഒന്നും വരത്തില്ല. പിന്നെ നിങ്ങൾക്ക് ആശയം വന്നിട്ടുണ്ടെങ്കിൽ ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയ വരെ നിരത്ത് വന്നു. ഫിറോസ്ക എന്ത് പറയല പറഞ്ഞത്? ഫിറോസ്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന് ഫിറോസ്ക തന്നെ പറയും. വേറെ ആരെങ്കിലും നല്ല വീട് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് നിങ്ങൾക്ക് പൊളിച്ച് മാറ്റി തരാം. അതൊക്കെ ഇപ്പൊ തെറ്റായ രീതിയിൽ ഞാൻ ഇടിച്ചു പൊളിക്കാൻ വരും, വീട് ഇടിച്ചു പൊളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം എന്താ പറയാ ഒരു മകനെ പോലെ നോക്കിയ വീട്. കിടന്നുറങ്ങുന്ന സമയത്ത് ചവിട്ടിൽ പാറ്റ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? കരപര ഉറങ്ങാൻ പറ്റില്ലല്ലേ? വലിയ ബുദ്ധിമുട്ടാ. ചവിട്ടിൽ വെള്ളയിക്കുന്നു, ചൂടുവെള്ളയിക്കുന്നു, എന്തൊക്കെ കാട്ടിയാലും പോകില്ല. അവസാനം എന്താ ചെയ്യാ? അത് പോണ വരെ കാത്തിരിക്കും അല്ലെ? അവസാനം ചത്ത് അളിഞ്ഞ് ചിലപ്പോൾ അതിനെ പുറത്തേക്ക് എടുക്കേണ്ട അവസ്ഥ. ഇത് തന്നെ ചവിട്ടിൽ പാറ്റ പോയ പോലെ ആയിരിക്കാം ചിലപ്പോ ഒരു പക്ഷെ ഫിറോസ്കൊക്കെ ഉണ്ടായ അനുഭവം. ഇടക്കിടക്ക് വിളിക്കത്ര, ഒരു വർഷം നിർത്താതെ വിളിച്ചു എന്നാ പറയുന്നത്. ബൾബ് പോയി, അത് പോയി, ഇത് പോയി. ഇനി മറ്റൊരു കാര്യം പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പൈപ്പ് പൊട്ടിപ്പോയി, അതേപോലെ തന്നെ എന്താ വാഷ് ബേസ് വീണ് പൊട്ടിപ്പോയി എന്നൊക്കെ. എന്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? 5-10 വർഷം വാറണ്ടിയിൽ ഈ സാധനങ്ങൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് മാറ്റി കിട്ടും. നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളാണ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും അവരത് സോഷ്യൽ മീഡിയയിൽ പറയാനാണ് നിന്നത്. കൊള്ളാല്ലേ? എന്തായാലും ഞങ്ങളത് പൊളിച്ചു മാറ്റും എന്ന് പറഞ്ഞ കാര്യത്തിന്റെ ഒരു ഇത് കിട്ടിയല്ലോ. അതാണ്. നിങ്ങൾക്ക് വേറെ വല്ലൊരു വീട് വെച്ച് തരുന്നുണ്ട് പറയുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അത് ഒഴിവാക്കി തരാം. നിങ്ങളുടെ താല്പര്യം. ഓക്കെ, നിങ്ങളുടെ താല്പര്യം. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാവും, എത്ര വിനയത്തോട് കൂടിയിട്ടാണ് ഫിറോസ് സംസാരിക്കുന്നത്. പക്ഷെ തങ്കപ്പൻ ചേട്ടന്റെ ഒന്നുമില്ല.
അല്ല പപ്പോടാണോ ഈ ഫിറോസ്ക പറഞ്ഞു എന്ന് പറയണേ? ഫിറോസിക്ക പറഞ്ഞത് വേറൊരാളാണ് പപ്പയോട് പറഞ്ഞത്. പപ്പ അത് പറയും, പറയാതിരിക്കുന്നത്. കാരണം ഇത്രയും പറഞ്ഞു ഇനി നമുക്കും പറയാലോ. പിന്നെ അല്ല, ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലേ? അല്ല പിന്നെ വീട് ചോരുന്നുണ്ടെന്ന് കേട്ടല്ലോ. ആ വീട് ചോരുന്നുണ്ട്. അപ്പൊ അവതാരങ്ങളോട് തിരിച്ചു ചോദിക്കണമായിരുന്നു, ആരാ നിങ്ങളോട് വീട് ചോരുന്ന കാര്യമൊക്കെ പറഞ്ഞ? ചാറ്റിലടിക്കുമ്പോ കുറച്ച് ചീറ്റലടിക്കാറുണ്ട്, അത്ര പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ പൊന്നു രേഷ്മ മോളെ. ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസ് ആണ് ഇന്നിരുന്നുണ്ട് കേട് കള്ളം പറഞ്ഞു, കേട് പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ ചുമന്നതാ. ഇതൊന്നും പറഞ്ഞ പിന്നെ അംഗീകരിക്കാൻ ജനങ്ങൾ ചിലപ്പം രേണുവിനെ എതിരായിട്ടുള്ളവർ ചിലപ്പം അംഗീകരിക്കാൻ. ഞങ്ങളിപ്പോ എല്ലാരെ വീഡിയോ കണ്ടുകണ്, ആരെ അംഗീകരിക്കേണ്ടത്, ആരെ കൂടെ നിൽക്കേണ്ടതെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. തങ്കപ്പൻ ചേട്ടോ ഞങ്ങൾക്ക് എല്ലാം അറിയുന്നുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. ഒരു മനുഷ്യനും ഇനി ഒരാളെ സഹായിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊന്നും സഹായിക്കല്ലേ എന്നാണ് ഇവര് പറയുന്നത്. ഒരുപാട് പാവ ആളുകൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊരു വീട് വെച്ച് തരുമോ, കഷ്ടപ്പാടും ദുരിതമാണെന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരകാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുണ്യം കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഈ സോഷ്യൽ മീഡിയ കിടന്നിട്ട് ഇങ്ങനെ വിരകുന്ന ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു പണിയായിരിക്കും. ഈ പന്തെടുത്തുകൊണ്ട് നമ്മൾ ചുമരിൽ എറിഞ്ഞാൽ എന്തുണ്ടാവും? അത് ചുവരിൽ തട്ടി നല്ല വേഗത്തിൽ വന്ന് നെഞ്ചത്ത് പതിക്കും. അതാണ് ചേട്ടായിക്ക് ഉണ്ടായത്. ആവശ്യപ്പെട്ടതല്ല. ഇതിപ്പം പറയുന്ന എനിക്ക് തോന്നുന്നു ആ സാധനം ഞാൻ കണ്ടില്ല ഫുൾ, പക്ഷെ ഞാൻ അറിഞ്ഞു. ഇതിപ്പം ഒരു വർക്ക് ഏരിയയുടെ കാര്യം ആവശ്യപ്പെട്ടതല്ല. നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാന്നാണ് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, അല്ലാതെ അവര് ചെയ്യണമെന്ന് ഇന്ന് വരെ പറഞ്ഞു. അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങൾ ആരും. ഓക്കെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇവര്, ഒരിക്കലും വിളിച്ചിട്ടില്ല. വർക്ക് ഏരിയയുടെ കാര്യം മിണ്ടിയിട്ട് പോലും ഇല്ല. പക്ഷെ ഡാഡ് പറയണതൊന്ന് കേക്ക് രേഷ്മ തങ്കപ്പ. ഇദ്ദേഹം ഒരു വാക്കുകൂടെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടാക്കി തന്നെ. ഇവിടെ ഇപ്പൊ പുതിയപ്പല്ലേ രേണു ഇങ്ങനെ ഈ ചാനൽ വഴിയൊക്കെ ഇവിടെ ഒത്തിരി യൂട്യൂബേഴ്സ് ഒക്കെ വരും. ഓരോ കാര്യം വരുമ്പോഴത്തേക്ക് ഇവിടെ വരും. അവർ കണ്ട് ഇതെല്ലാം പൊട്ടിപ്പറഞ്ഞു. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, ഇത് ഫ്രണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, അതെല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ. ഇതൊക്കെ ആരെങ്കിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടും, അല്ലെങ്കിൽ ഞങ്ങൾ ഇടിക്കും, അതുകൊണ്ട് നേരാക്കി തരണം എന്ന് തന്നെയാണ് ആ വാക്കിന്റെ ധ്വനി. എന്റെ രേഷ്മ മോൾക്ക് അത് മനസ്സിലായില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ നമ്മുടെ ഫിറോസ് ഖാന്റെ കയ്യിൽ തെളിവുണ്ടെന്നാട്ടാ പറയുന്നേ. ഫിറോസ് ഒരു മാന്യനാണ്, സംസാരിക്കുന്ന രീതി കേട്ടാൽ തന്നെ അറിയാം അയാൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കും എന്നുള്ളത്. അധികം സംസാരിക്കാത്ത ആളുകളെ നല്ല നോക്കണം. അമരക്കാരനായിട്ടുള്ള ആള് ഫിറോസ്ക പറയുന്ന സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യപ്പെട്ടതിന്റെ വോയിസ് ക്ലിപ്പ് വരെ എന്റെ കയ്യിലുണ്ട് തെളിവായിട്ട്. അതായത് വർക്ക് ഏരിയ വേണം, അതില്ലാത്ത പക്ഷം ചെയ്തില്ല എന്ന രീതിയിലേക്ക് നവമാധ്യമങ്ങളിലൂടെ അത് പുറത്തുവിടും. നിങ്ങളത് ഭയങ്കരമായിട്ട് അതിനെ ബാധിക്കുമെന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. എന്റെ പൊന്നു റേഷ തന്നെ അരി വാങ്ങാനുള്ള പരിപാടിയുള്ളൂ. അപ്പോ എന്റെ റോഷ, തങ്കപ്പൻ ചേട്ടായി മാത്രമാണ് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. 2 തവണ മാത്രമാണ് രേഷ്മ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ധൈര്യത്തിലാണ് പറയുന്നത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷെ തങ്കപ്പൻ ചേട്ടൻ പറഞ്ഞത് കേട്ടോക്കാം. എനിക്ക് തന്നെ കാര്യം എന്നുള്ള അർത്ഥത്തിൽ അയാൾ സംസാരിക്കുക. പിന്നെ ഞാൻ വിളിച്ച എടുക്കത്തുമില്ല. ഞാൻ ഈ ഒരു വർഷമായിട്ട് വിളിച്ച് അവരുടെ ഈ എഞ്ചിനീയറെ വിളിക്കുന്നു, മെയിൻ പണിക്കാരെ വിളിക്കുന്നു, സൂപ്പർവൈസറെ വിളിക്കുന്നു, എല്ലാവരും വിളിക്കുന്നു. ചേട്ടാ ഞങ്ങൾ പിന്നെ ചാമ്പ്യനെ കണ്ട കേട്ടാ, നിരന്തരം വിളിച്ചോണ്ടിരിക്കും. ഒരു വർഷത്തോളം വിളിച്ചോണ്ടിരുന്നു. എന്നാലും എന്റെ രേഷ്മ മോളെ ഇതൊന്നും അറിഞ്ഞില്ല. അല്ല, അറിയാൻ സമയമില്ലല്ലോ. 24 മണിക്കൂറും ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്കുള്ള ഷൂട്ടിംഗ് പാരായണത്തിൽ കൂട്ടി നടക്കുന്ന സമയത്ത് ഇതിനൊക്കെ എവിടുന്ന് സമയം കിട്ടാനാണ് എന്റെ പൊന്നമ്മച്ചി അല്ലെ? സോറി. നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ നമ്മുടെ ഫിറോസ്ക പറയുന്നൊന്ന് കേൾക്കാം. ശരിയാക്കി തരുന്നില്ലെങ്കിൽ ഞങ്ങളത് സോഷ്യൽ മീഡിയ വഴി പറയേണ്ടി വരും. ഞങ്ങൾക്ക് പറയുന്ന രീതി ഭീഷണിയുടെ സ്വരം, അതാണ് ഞങ്ങളുടെ പ്രശ്നം. പറയുന്ന രീതി ഭീഷണിയുടെ സ്വരം, പുച്ഛഭാവം. നിങ്ങൾ വേറെ വല്ലവർക്കും ഉണ്ടാക്കി കൊടുത്തോ, ഞങ്ങൾക്ക് എന്തിനുണ്ടാക്കി, നിങ്ങളോട് ആരാ പറയാം ഞങ്ങൾക്ക് വീടുണ്ടാക്കി തരാൻ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന എന്റെ പൊന്നു കോഴി, ഇതിനെ പിടിച്ച് ഞാൻ ചട്ടി ആക്കേണ്ടി വരുന്ന തോന്നുന്നു. എല്ലാവരും ഇടക്കിടക്ക് കമന്റ് ഇടുന്നുണ്ട്, ഇത് വലിയ പ്രശ്നമാണല്ലേ എന്നുള്ളത്. ആ ഫ്ലോ അങ്ങ് പോയി. അടുത്തത് കേൾക്കാം. എന്നാന്നറിയോ, ഞാൻ തന്നതല്ലേ, നമ്മളെന്തിനാ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇടത്തേണ്ട കാര്യമില്ല. നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കുറേശ്ശെ ചെയ്യാം എന്ന് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിരിക്കായിരുന്നു. അന്നേരമാണ് ഇദ്ദേഹം രേണു പറഞ്ഞ പച്ചക്കള്ളം. അത് ശരി, പൊന്നു തങ്കപ്പൻ ചേട്ടാ, അദ്ദേഹം വെറുതെ അങ്ങ് വർത്താനം പറഞ്ഞതല്ല. അയാൾ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ മകൾ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. തങ്കപ്പൻ ചേട്ടാ, എന്താ വെറുതെ തലമറന്ന് എണ്ണ തേക്കല്ലേ? നിങ്ങളുടെ മകൾ രേഷ്മ തങ്കപ്പനാണ് ഇങ്ങനെ ചോരുന്നുണ്ടെന്ന് പറയുന്നത്. അത് ചോരുകയല്ല, അത് ചീതലടിക്കുകയാണ്, ചാറ്റലടിക്കുകയാണ് എന്നൊക്കെ പറയും. ഓക്കെ, അല്ല തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നും നന്ദി പറയുന്നുണ്ടല്ലോ. ഉണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്ത് ചോർന്നപ്പോ ഞാൻ പറഞ്ഞു. എന്നോട് ആരോ ചോദിച്ചു, ഞാനത് പറഞ്ഞു. സത്യമായിരുന്നു. ശരിക്കും അവരെങ്ങനെയാ അറിയുന്നത്? ഇപ്പൊ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല? ആണല്ലേ? ഇല്ല, ഞാനത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അവരത് അറിയുന്നത് എങ്ങനെ? ആ ഒരു ചാനൽ പ്രവർത്തകനെ പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഏതോ ഒരാൾ എന്നുള്ളത്. ഏതോ ഒരാൾക്ക് എങ്ങനെയാണ് വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവമുള്ള കാര്യം അറിയില്ല. കാരണം നിങ്ങളുടെ വീട് കോട്ടയത്ത് എവിടെയോ അല്ലേ? ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നമ്മളത് കൂടുതൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ പറയിപ്പിച്ചതാണ് എന്നിട്ട് പറയേണ്ടി വന്നാലോ?
സത്യം കാലം തെളിയിക്കുമല്ലോ. ഇന്നാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ നാളെ നമ്മളത് പരിഹരിച്ചു കൊടുക്കും. അത് ചോർച്ചല്ല, വീണ്ടും ഞാൻ പറയുന്നത് അത് ചോർച്ചല്ല, അത് തൂവാലടിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ആ ഒരു അവരുടെ ഒരു വീടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് തൂവാലടിക്കുന്നത് കുറച്ച് കൂടിപ്പോയി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ. പിന്നെ അവരുടെ മറ്റു ചില കേട്ടില്ലേ, അയാൾ അത് നേരാക്കി തരാന്ന് പോലും പറഞ്ഞു. ഈ ഒരു കാര്യം നിങ്ങൾ ചാനലിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അയാളെ നാണം കെടുത്തി, അയാളോടുള്ള വിശ്വാസം ആളുകൾ നഷ്ടപ്പെട്ടു. എന്നിട്ടും ഇരുന്ന് ന്യായീകരണ ഇരുത്തൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നുമക്കളെ, ഞാൻ ഇങ്ങനെ ഒരു സെലിബ്രിറ്റിയെ കണ്ടിട്ടില്ല കേട്ടോ. ഇത്ര ഹെഡ് വെയിറ്റും അഹങ്കാരവും അഹംഭാവവും എല്ലാം ചേർന്ന് ഒരു മനുഷ്യത്തി. കൊള്ളാം. ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കള്ളമല്ല പറയുന്നത്. ഇയാൾ പറഞ്ഞ കള്ളം എവിടെ നനഞ്ഞെന്ന് പറഞ്ഞത്. അവർക്ക് അറിയാവോ ഇത് എവിടെ ചോരുന്നത് എന്താന്ന്? അവർക്ക് അറിയില്ല ഇതെവിടെയാ ചോരുന്നത് എന്നുള്ളത്. ആ വീടിന്റെ രൂപം ഞങ്ങൾ കണ്ടു. തൊട്ടടുത്ത് മരങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഓടിട്ട വീടായതുകൊണ്ട് തന്നെ അകത്ത് കൂടെ ചെറിയ രീതിയിലുള്ള ചാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ഗ്ലാസ് ഇട്ട ഭാഗത്തു കൂടെയാണ് വരുന്നത് നിങ്ങൾ പറയും ചെയ്ത്. നിങ്ങൾക്ക് ദാനം കിട്ടിയ മുതൽ നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ഈ ദാനം ചെയ്ത ആള് ജീവിതകാലം മുഴുവൻ അത് പരിപോഷിച്ചൊന്നും പോവില്ല എന്റെ പൊന്നു ചേട്ടാ. ഇനി അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് ഇത് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ട് ശരിക്കും? എനിക്ക് അങ്ങനെയില്ല. ഇല്ല. കാരണം ചോരുന്നുണ്ട്, ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ചോരുന്നുണ്ട്, മഴ പെയ്യുമ്പോ വെള്ളം ചാറ്റൽ അടിക്കുന്നുണ്ട്, ഇത് പറഞ്ഞു. സത്യമാണ്. ശരിക്കും ആളോട് ഇനി സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. കാരണം അയാൾ എനിക്കൊരു വീട് ദാനം തന്നു. അയാളെ ഞാൻ പരമാവധി നാണം കെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ സംസാരിക്കാനുള്ളത്? പക്ഷെ ഫിറോസ് കാക്ക് പറയാനുള്ള നമുക്ക് കേൾക്കന്നെ വേണ്ടേ? കേട്ടോക്കി സംസാരിച്ചത് തീർക്കാനുള്ള ഒരു മനസ്സുണ്ടോ? പോകുന്നുണ്ട്, അവരെ കാണാൻ പോകുന്നുണ്ട്. ഞാൻ അവിടെ ആളെ വിട്ടിട്ടുണ്ട്. അവരുടെ വീട് നമ്മൾ എന്താ വേണ്ടി ശരിയാക്കി കൊടുക്കും. വാറണ്ടി ഉള്ള സാധനങ്ങൾ എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വാറണ്ടി ഉണ്ട്, നമ്മുടെ കയ്യിൽ ബില്ലും ഉണ്ട്, അതെല്ലാം നമുക്ക് റിപ്ലേസ് ചെയ്ത് കൊടുക്കും. കേട്ടില്ലേ, അദ്ദേഹം ഇത്ര അധികം നാണം കെട്ട് എന്നിട്ട് പോലും ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു കൊടുക്കുക. ഇത് ചെയ്യാനുള്ളത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന ആര് പറഞ്ഞിട്ടാന്ന് എനിക്കറിയോ? അയാളോട് കമന്റ് ഇടുന്ന അയാളുടെ സബ്സ്ക്രൈബേഴ്സിനോടും ഫോളോവേഴ്സിനോടും അയാൾ നൽകുന്ന ഒരു സൂചനയാണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജാണ്. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുക എന്നുള്ളത്. പക്ഷെ രേഷ്മ തങ്കപ്പ അങ്ങനെയൊന്നുമല്ല. രേഷ്മ തങ്കപ്പന്റെ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടതാ. കമന്റ് കണ്ടറിയാം. ഇതൊന്ന് നിർത്തിപ്പോകുമോ എന്നാണ് ചോദിക്കാറ്. അവരങ്ങനെ ആരും പറയണമെന്ന് കേൾക്കാറൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് രക്ഷപ്പെട്ടേനെ. ഇനി ഈ ഒരു പരിപാടിയിൽ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് കേട്ടോക്കെ. വീടാണത്. ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്ത് എൻ്റെ ബിസിനസ് പ്രോഫിറ്റിൽ നിന്ന് ഞാൻ അവർക്ക് അതിന്റെ ഷെയർ കൊടുത്തിട്ടുണ്ട്. എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് ഒരു 1.5 ലക്ഷം രൂപ കടയുള്ളൂ. ആ കട ഒന്ന് വീട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 ലക്ഷം തരും. ബാക്കി 1/2 ലക്ഷം ഞാൻ എവിടുന്നേക്ക് ഒപ്പിച്ചോളാം. ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അത് ഞാൻ ജീവിതകാലം മുഴുവൻ നിങ്ങളോട് കടപ്പെട്ടിട്ടും ഇരിക്കും. നിങ്ങൾ തന്ന പൈസയിൽ ഈ പൈസ മുഷിഞ്ഞ പൈസ, ഈ പൈസ മണമുള്ള പൈസ, ഈ പൈസ ചുളുങ്ങിയ പൈസ എന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കും ചേട്ടാ, പാവപ്പെട്ട ആളുകൾ കൊടുക്കും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാട്ടാ. ആരെങ്കിലുമൊക്കെ ജപ്തിയുടെ വക്കിലൊക്കെ ഇരിക്കണം ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അവരൊക്കെ സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവർ നന്ദി പ്രകടിപ്പിക്കും. മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, മൃഗങ്ങളെ പോലെയല്ലേ. നന്ദി പ്രകടിപ്പിക്കാൻ കുറച്ച് പ്രയാസം. തന്നെ പറഞ്ഞൊരു അവസാന പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ പ്രവാസിയായിരുന്നു, ഞാൻ ഇവിടെ ഏകദേശം 5ാമത്തെ വീടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ചെയ്തതിന്റെ പേരിൽ എനിക്ക് കിട്ടും. ഞാൻ പറയട്ടെ, 24കാരാണ് വീട് തരാമെന്ന് ആദ്യം പറഞ്ഞത്. അപ്പൊ ഇവരാണ് KHDC, ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ല. KHDC ഫിറോസിക്ക തന്നെയാണ് 24 ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞത്. ഞങ്ങളുമായിട്ടല്ല കോൺടാക്ട് ചെയ്തവര്. അതിനർത്ഥം ഫിറോസ്ക വലിഞ്ഞു കയറി വന്ന് നിങ്ങളെ സഹായിച്ചു എന്നുള്ളതാല്ലേ. കൊള്ളാം. ഓഹ്, എന്തൊരു അഹങ്കാരാണ് എന്റെ പൊന്നു രേഷ്മ മോളെ. അല്ല, 24 കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞാലും വീട് തരുന്നത് നിങ്ങൾക്കല്ലേ. നിങ്ങൾ മക്കളെ അവർക്ക് അവരൊരിക്കലും 24 വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായി. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്താണ് തരാത്തത്? ഞാനല്ല ചോദിച്ചത്, എന്റെ പപ്പയാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് അറിയില്ല, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വീടിന് ഒരു നമ്മൾ റേഷൻ കാർഡ് ഒക്കെ ചേർക്കണ്ടേ, പഞ്ചായത്തിലൊക്കെ കൊടുക്കണ്ടേ. അതുപോലെ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. സംസാരിച്ചപ്പോൾ എല്ലാം തരില്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയട്ടെ. എന്നോടല്ല പറഞ്ഞത്, പപ്പ അത് പറയുന്നുണ്ട്. പപ്പാട് പറയുന്നുണ്ട്. 1 വർഷം ആകുന്നില്ല, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം എന്താണെന്ന് ഒരു വട്ടം പറഞ്ഞതാണ്. എന്നാൽ പോലും ക്ലിയർ ആവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഫിറോസ്ക പറയുന്നുണ്ട്. ബാക്കി ഞാനും പറഞ്ഞുതരാം. കംപ്ലീഷൻ കഴിഞ്ഞിട്ട് ഇവര് വില്ലേജിൽ ഒരു 1 ടൈം ടാക്സ് അടക്കണം. അത് ഇവർ അടക്കണം. ഇവർ 1500 രൂപയുടെ വരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇത് അടക്കാൻ പറഞ്ഞപ്പോൾ അന്ന് ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അത് അടക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ചു, 1000-1500 രൂപ അടയ്ക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും വലിയൊരു വീടുണ്ടാക്കി കൊടുത്ത്, ഇത്രയും നല്ലൊരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അത് അടയ്ക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. പ്രത്യേകിച്ച് ഇടക്കിടക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറിറ്റേഷൻ അങ്ങേയറ്റോ. ഒരു 1500 രൂപ കൊടുത്തിട്ട് ആ ഒരു ഇതൊന്ന് രജിസ്റ്റർ ചെയ്തിടാൻ എന്തത്ര ബുദ്ധിമുട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇതിന്റെ പിന്നാലെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതായത് പഞ്ചായത്ത് രജിസ്ട്രേഷന് വേണ്ടി, കംപ്ലീഷൻ സർട്ടിഫിക്കേഷന് വേണ്ടി അവിടെ ചെന്നപ്പോൾ അത് അപ്ലൈ ചെയ്ത ആള് തന്നെ വരണം എന്ന് പറയുന്നു. അപ്ലൈ ചെയ്ത ആള് ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യണം. വീണ്ടും അപ്ലൈ ചെയ്യാൻ പോയ സമയത്ത് അവർ പറയാണ് കൃത്യമായി വീടിന്റെ പ്ലാനും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്തിട്ട് വേണം ചെയ്യാനെന്നുള്ളത്.
അതിന്റെ വർക്കും കാര്യങ്ങളും ഏറ്റവും മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇവർ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. വീട് ചോരുന്നുണ്ട്, അലമ്പ് വീടാണ്, പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്, പെയിന്റ് ഇളകുന്നുണ്ട്, അത് വീണ് ഇത് വീണ്, പ്രേതമുണ്ടോ എന്ന് വരും സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. തലയിൽ നെഞ്ചത്തൊട്ടൊക്കെ ഓരോന്ന് വന്ന് വീഴുകയാണെന്നുള്ളതാ. അതാണ് അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ എന്തും ഇരിക്കുകയുള്ളൂ എന്നുള്ളതാ. കൊള്ളാം. സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞത് ഈ അടുത്താണ് ഈ വിഷയം ഉണ്ടായപ്പോഴാണ്. അല്ല ഈ വിഷയം 2-3 ദിവസം മുമ്പ് അതല്ല ഞാൻ പറയുന്നത്. ഇതെന്താ തരാത്തത്? അത് തന്നാലേ പറ്റുള്ളൂ നമുക്ക്. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇത് എന്താ സർട്ടിഫിക്കറ്റ് ആണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ലോകപരിചയം ഇല്ല. എന്താ സർട്ടിഫിക്കറ്റ് ആണെന്ന് എനിക്കറിയില്ല. പപ്പ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനെ സാധനം തന്നിട്ടില്ല, വീടിന് നമ്പർ ഇട്ടിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വീടല്ല അത്, അതിൻ്റെതായുള്ള രീതി വേണ്ട നിൽക്കാൻ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തോ എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ. പപ്പാക്ക് അറിയത്തുള്ളൂ അതിനെപ്പറ്റി. പപ്പാടെ ഇന്റർവ്യൂ ഞങ്ങൾ കണ്ടതാ. വല്ലാത്തൊരു ഇന്റർവ്യൂ തന്നെയായിരുന്നു അതിന്റെ പൊന്നോ. സമ്മതിച്ചു പോയിട്ടാ. ആ ഒരു സ്വഭാവമൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ജനറ്റിക്കായിട്ട് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുക. ഭയങ്കര ചൂടൻ സ്വഭാവം. ഈ സ്വഭാവമൊക്കെ വെച്ചിട്ട് ആളുകളുടെ മുന്നിലേക്ക് എങ്ങനെയാണോ സംസാരിക്കുന്നത് നിങ്ങൾ ചോദിച്ചു പോവുകയാണ് ഞാൻ. കംപ്ലീഷൻ സർട്ടിഫിക്കേഷന്റെ എല്ലാ ഡീറ്റെയിൽസും ആള് പറഞ്ഞു കഴിഞ്ഞൊരു ഇന്റർവ്യൂയിലൂടെ. അതിന് മുന്നേ നിങ്ങൾക്കത് കിട്ടിയതിന് ശേഷമാണ് ഇത് പറയുന്നതെങ്കിൽ പോലും ആള് നാണം കേടില്ലേ? ഇപ്പൊ അദ്ദേഹം അതിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെ വീട്ടിൽ ഇന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പറയുന്നത്. ഇന്നലെ പരിഹരിക്കാൻ വേണ്ടി ആളെ വിട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. ഇനിയിപ്പോ നാളെ അദ്ദേഹം അതും പറയും. അതായത് അദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അയാളെ സമ്പത്തിൽ നിന്നും പൈസ മാറ്റി വെച്ചിട്ടാണ് സഹായിച്ചിട്ടുള്ളത്. ആ സഹായം ഞാൻ സഹായിച്ചു എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുമ്പോ ആലോചിച്ച് നോക്കിയേ. അത്രത്തോളം നാണക്കേടാണ്. അദ്ദേഹം എന്തോന്ന് പറയുന്നുണ്ടേ. കഴിഞ്ഞ ആഴ്ച അവരെ വീട്ടിൽ പോയി അത് കംപ്ലീറ്റ് ഡയമെൻഷനും കംപ്ലീറ്റ് എല്ലാം എടുത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് സബ്മിറ്റ് ചെയ്യണം. അത് വരച്ച് റെഡി ആയി കഴിഞ്ഞാൽ ഈ ആഴ്ച നമ്മൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യും. നമ്മൾക്ക് അങ്ങനെ കൊടുക്കാതിരുന്നിട്ട് ഇപ്പൊ നമുക്ക് എന്താ ഗുണം കിട്ടുന്നത്? ഇന്ന് അദ്ദേഹം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ഇപ്പൊ എന്താണ് ആ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ഗുണമുള്ള? ഒന്നും കിട്ടാനില്ല. ഇപ്പൊ ആ വീടുണ്ടാക്കി കൊടുത്തത് പറഞ്ഞാൽ നല്ല ഗുണമാണല്ലോ. ആകെ കുടുങ്ങിയിരിക്കുക, നാണം കെട്ടിരിക്കുകയാണ് ആള് അത്രയും നല്ല കാര്യം ചെയ്തിട്ട് അവസാനം എന്തായി? എല്ലാം കൂടെ നെഞ്ചത്ത് കയറി താണ്ഡവം മാറ്റി അങ്ങ് മൂഞ്ചിപ്പിച്ചു. ഈ വിഷയത്തിൽ ഇപ്പൊ കുറെ ആൾക്കാർ ഫിറോസ് ഖാനെ തെറി വിളിക്കാൻ വരൽ തുടങ്ങി. വീണ്ടും ഇവർക്ക് ആ ഒരു സിമ്പതി വർക്കൗട്ടായി. അവരൊറ്റക്ക് ജീവിക്കുന്നവരല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ. എന്റെ പൊന്നു ചേട്ടന്മാരെ, ചേച്ചിമാരെ, അമ്മച്ചിമാരെ, പെങ്ങന്മാരെ, എനിക്കൊന്നേ പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കാണിച്ചു കൂട്ടുമ്പോൾ ആളുകളടുത്ത് റിയാക്ട് ചെയ്യാതിരിക്കോ? റിയാക്ട് ചെയ്യും. മീഡിയ എന്നാണ് ചോരുന്നുണ്ടെന്ന് വെച്ചപ്പോൾ എന്റെ മനസ്സിൽ കള്ളത്തരമൊന്നുമില്ല. കാരണം എനിക്ക് എന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആദ്യം കാണുന്ന ഒരു ഭയങ്കര ജാടി. പക്ഷെ എന്നോട് ഒരു ഒറ്റ തവണ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം അറിയും. കാരണം മനസ്സിലൊന്നും നിൽക്കൂല. ഞാൻ മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് പറയുന്ന ഒരാളെ ഞാൻ മനസ്സിൽ ഒന്ന് വിട്ടു പറഞ്ഞത് എന്തും ആകട്ടെ, എനിക്ക് ദോഷമാണോ അല്ലെങ്കിൽ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്നൊരു സാധനമാണ് ഞാൻ. അത് നിങ്ങൾക്ക് വലിയ ബാധിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത്. നമ്മൾ മുൻചുണ്ടിയൊക്കെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാല് പറയുന്നത് കാര്യങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ അഭിമുഖം കൊടുക്കുന്ന ആളുകളടുത്ത് ട്രോളും. അത് റീലെടുത്ത് ആളുകൾ അങ്ങനെ ഇങ്ങനെ കാക്കും. അത്രേ പറയുന്നുള്ളൂ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യും. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതാണ് ഇവരുടെ ഉത്തരങ്ങൾ, ഇതാണ് ഇവരുടെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എന്താ പറയാനുള്ള വെച്ചാൽ കമന്റ് ചെയ്യാം. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.